ഒരു ഭൂമിയോ അല്ലെങ്കിൽ വീടോ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ അതിന്റെ ഉടമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒരു സുപ്രീം കോടതി വിധി വന്നു. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ നിയമമല്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പ്രകാരം രജിസ്റ്റർ ചെയ്ത് സെയിൽസ് ഡീഡ് വേണം ഉടമസ്ഥാവകാശം കൈമാറാൻ. പക്ഷെ അതിനു മുമ്പ് വിൽപ്പനക്കാരന് ശരിയായ ടൈറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ നിയമത്തെ സാധൂകരിക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് പ്രോപ്പർട്ടി തർക്കങ്ങളെ കുറിച്ചുള്ളതാണ്. മിക്കപ്പോഴും വർഷങ്ങളോളം ഈ കേസുകളൊക്കെ കോടതിയിൽ കെട്ടിക്കിടക്കാറുണ്ടതാണ്. രജിസ്ട്രേഷൻ എന്നാൽ ഒരു ഔദ്യോഗിക നടപടിക്രമമാണ്. യഥാർത്ഥ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്താൻ ക്ലിയർ ടൈറ്റിൽ വേണം. സെയിൽ ഡീഡ്, മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ്, ടാക്സ് രസീത് ഇതുപോലെയുള്ള എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വിൽപ്പനക്കാരന് യഥാർത്ഥ ഉടമസ്ഥാവകാശം ഇല്ല എങ്കിൽ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റുകൾക്കും വലിയ വിലയുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നവർക്കുള്ള സംരക്ഷണമാണ്. പക്ഷേ വിൽപ്പനക്കാരന്റെ ടൈറ്റിൽ ശരിയാണോ എന്നുള്ളത് സൂക്ഷിച്ച് പരിശോധിച്ചിട്ട് വേണം സ്ഥലം വാങ്ങാൻ. നമ്മൾക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, റെക്കോർഡ് ഓഫ് റൈറ്റ്സ് പരിശോധിക്കുക. വിൽപ്പനക്കാരന്റെ പേര് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. എല്ലാ സെയിൽ ഡീഡുകളും ശേഖരിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുക. റവന്യൂ ഓഫീസിൽ മ്യൂട്ടേഷൻ പ്രക്രിയകൾ പൂർത്തിയാക്കുക. മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് എന്നാൽ നിങ്ങൾ ഒരു ഭൂമി വാങ്ങിയാലോ നിങ്ങൾക്ക് പരമ്പരാഗതമായി ആ ഭൂമി കിട്ടിയാലോ അതിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിന്റെ രേഖകളിൽ നിങ്ങളുടെ പേരിലേക്ക് മാത്രമാക്കി മാറ്റണം. ഈ ഉടമസ്ഥാവകാശം മാറ്റത്തിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് സർക്കാരിന്റെ ഭൂമി രേഖകളിൽ നമ്മുടെ പേരിൽ ആ വസ്തു കാണിക്കാൻ സാധിക്കും. പ്രോപ്പർട്ടി ടാക്സ് നമ്മുടെ പേരിൽ അടയ്ക്കാൻ സാധിക്കും. ഭാവിയിൽ ഭൂമി വിൽക്കാനോ ലോൺ എടുക്കാനോ ഒക്കെ ഈ മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടും. ഭൂമി സംബന്ധിച്ച് തർക്കങ്ങൾ ഒഴിവാക്കാനും ഈ മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ, ടാക്സ് റെസീറ്റ് തുടങ്ങിയവ കൃത്യമായി സൂക്ഷിക്കുക. ഭൂസ്വത്തായി കിട്ടുന്ന കാര്യങ്ങൾക്ക് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. ഒരു അഡ്വക്കേറ്റിന്റെ സഹായത്തോടു കൂടി ഭൂസംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഭൂമി വാങ്ങുക. ഈ നിയമം വഴി സുപ്രീം കോടതി നിങ്ങളോട് ഉറപ്പാക്കാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. രജിസ്റ്റർ ചെയ്ത സെയിൽ ഡീഡ് കൂടാതെ ശരിയായ ടൈറ്റിലും കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ ശരിയായ രേഖകൾ എപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ബാധ്യത തന്നെയാണ്.